കഷ്ടതയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ കാല് പിടിക്കേണ്ടി വരും എല്ലാവരും. യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വരുമാനമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്താ വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ വിഷമമുണ്ട്. കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കഷ്ടതയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, എൻ്റെ കാര്യം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ജോലി പോയി ഇരിക്കുകയാണ്. ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ നമുക്ക് വരുമാനങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഇനി വരാനൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കണ പോലെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വരുമാനമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടാൻ തുടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഞങ്ങൾക്ക് എന്നാ ബാ നമ്മൾ നമ്മുടെ ലൈഫിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ കാല് പിടിക്കേണ്ടി വരും എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ കാരണം മെയിനായിട്ട് ഒരു സംഭവം കാണിച്ചു തരാം. ഇവനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സത്യം പറഞ്ഞാൽ ഞാൻ ഇവനെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് വേറെ വഴിയില്ല ഗൈസ്. ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലേ കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും ശരിയായിട്ടൊന്നുമില്ല. നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കൊടുക്കാമെന്ന് വെച്ചിരിക്കും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു വണ്ടി കേട്ടോ. എല്ലാ എന്താ പറയുക, യുവാക്കളുടെയും ഒരു ഹരായിട്ട് നിൽക്കുന്ന ടൈമിലായിരുന്നു ഞാനൊരു ബുള്ളറ്റ് എന്നുള്ള സ്വപ്നം എല്ലാവരും പോലെ ഞാനും കണ്ടുകൊണ്ടിരുന്നത്. ചെറിയൊരു അടവ്, ചെറിയൊരു ക്യാഷ് കൊടുത്തിട്ട് ഞാൻ സ്വന്തമാക്കിയൊരു വണ്ടിയാണ്. അപ്പോഴാണ് എനിക്ക് പുതിയ ജോലിയും കിട്ടിയത്. ഞാൻ വിചാരിച്ചു നല്ല ആ വർഷമൊക്കെ നമുക്ക് എന്തായാലും അടിപൊളിയാവും വിചാരിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കാലം മുമ്പൊക്കെ അടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പിന്നെ അടവ് മുടങ്ങി. പിന്നെ ലോക്ക്ഡൗൺ വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു പോയപ്പോഴായിരുന്നു. കാരണം എനിക്ക് ഈ വണ്ടി ഓടിച്ച് കൊതി തീർന്നിട്ടില്ല. കാരണം ഇതായിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല. സത്യം പറഞ്ഞ ഒരു ലോങ് ഡ്രൈവ് പോലും ഇതായിട്ട് ഞാൻ ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും, കുടുംബ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ കിലോമീറ്റർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 25,000 കിലോമീറ്റർ ഞാൻ ആ വണ്ടി ഓടിച്ചിട്ട് തന്നെ ഉള്ളൂ. വിഷമമുണ്ട്. കാരണം എവിടെയും പോകാനും പറ്റില്ല, ഒന്നും പറ്റില്ല. വീട് വിട്ട ഷോപ്പ് വിട്ട വീട്, അങ്ങനെ പോയതാണ് ഈ 4 കൊല്ലവും ആ വണ്ടിയിലുള്ള കിലോമീറ്ററിന്റെ കണക്ക്. ഇവനെ കൊടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം കൂടിയാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളാരും ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ടൊന്നും ആരും ചോദിക്കരുത് എന്താണ് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം, വേറെ വഴിയില്ലേ, അങ്ങനെയൊന്നും ചോദിക്കരുത്. കാരണം വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ചത്തോളമായി. ഇനി മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം വീടിന് ഹൗസിംഗ് ലോൺ ഉണ്ട്, അതൊരു 10-14,000 റുപ്യ ഉണ്ട്. പിന്നെ വേറെ 2 അടവുകളുണ്ട്, പിന്നെ ബാധ്യതകളുണ്ട്. ഒക്കെ നമ്മൾ ഇപ്പൊക്കെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇതിന് കൊടുക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഞാൻ കാണൂല സത്യം പറഞ്ഞാണെങ്കിൽ. പിന്നെ നമ്മുടെ പൃഥൂട്ടനുണ്ടല്ലോ, അവന്റെ എല്ലാ കാര്യം അവന്. പക്ഷേ ഈ ഹൗസ് ലോണും കാര്യങ്ങളൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഞാൻ തിരിച്ചു പിടിച്ചത്. കാരണം ജപ്തിയിലുണ്ടായിരുന്ന വീടാ. ആ വീട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ട് എടുത്തതെന്നുള്ളത് ഇവൾക്കറിയാം. ഇവള് കാരണമാണ് ഞാൻ അതൊക്കെ എടുക്കാനുള്ള ഒരു എത്ര ലക്ഷം, 10-15 ലക്ഷം റുപ്യ ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു അദാലത്തിൽ പോയി, തിരുവനന്തപുരത്തൊക്കെ പോയി മന്ത്രിമാരൊക്കെ കണ്ട് അങ്ങനെ ഒരുപാട് ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഞാൻ അവസാനം ഈ ഒരു ഇത് ഞാൻ തിരിച്ചു പിടിച്ചത്. തിരിച്ചു പിടിച്ചിട്ടും ഞാനത് എൻ്റെ അത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫോണ് മുടങ്ങാൻ പാടില്ല, ഒന്നും മുടങ്ങാനും പാടില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നല്ല വിഷമത്തിലാണ് ഇപ്പോൾ. എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റാത്തൊരവസ്ഥയിലാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പറയാനാണ് നമ്മള് വണ്ടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ ഒരു സ്വത്ത്, ഒരു അസറ്റാണ്. അത് വാങ്ങി കഷ്ടപ്പെട്ട് മാസം അടച്ച് വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതിനോടൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവും. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ വണ്ടി അതെത്ര കഷ്ടപ്പെട്ട് അവൻ അത് വാങ്ങിയതായിരിക്കും. ഇപ്പൊ മാസം ലോണ് ഉണ്ടായിട്ട് അത് അടച്ച് എത്ര 10,000 രൂപയോളം കണ്ട് അടവ് ഉണ്ടായിരുന്നു. ആ അടവ് അടച്ച് വാങ്ങിച്ചാണ്. എനിക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ 4 വീലറിനെക്കാട്ടിലും എനിക്കിഷ്ടം 2 വീലറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇഷ്ടം കാരണമാണ്. പിന്നെ ബുള്ളറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, പെൺപിള്ളേർക്കെല്ലാം ബുള്ളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വികാരമാണ്. ഹൈ ബുള്ളറ്റുള്ള ചേട്ടൻ അതുപോലൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് നീ ഒഴിവാക്കി പോകുന്നില്ലല്ലോ. എങ്ങും പോവാനും ഒന്നും പറ്റിയിട്ടില്ല ഈ വണ്ടിയിൽ. വണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് എങ്ങോട്ട് ആകെപ്പാടെ വല്ല കൊപ്പത്തോട്ടോ അല്ലെ പട്ടാമ്പിയിലോട്ടോ വല്ലതും 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എവിടെയെങ്കിലും പോകും, എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങി വരും. അത്രേ ഉള്ളൂ ഞങ്ങൾ ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ വിചാരിച്ച പൃഥൂട്ടൻ കുറച്ച് വലുതായിട്ട് ഞങ്ങൾ അവനെ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിനും പറ്റത്തില്ലല്ലേ. ഇനിയിപ്പോൾ വല്ല ബസ്സോ ട്രെയിനോ ഒക്കെ നോക്കി പോകേണ്ടി വരും. നമുക്കെന്നാ അവനൊന്ന് കുളിപ്പിക്കാം. ഓക്കെ,
അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പോ ഏകദേശം കിലോമീറ്റർ എത്രയെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ 25,18 കിലോമീറ്റർ ഇതുവരെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് കഷ്ടപ്പെട്ട് അത്ര ഓടിയിട്ടുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ നമ്മള് വല്ലാണ്ട് കാര്യമായിട്ട് നമ്മളത് ഓടിക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ അവൻ അറിയത്തില്ലെന്നുള്ള. അമ്മേ ഇനി നമുക്ക് ഇതിനെ കഴുകണം. അവനൊന്ന് കഴുകി കുളിപ്പിച്ചെടുക്കാം. രാഹുലേട്ടാ, ഈ വണ്ടി വാങ്ങുന്നതിനുണ്ടായ കാരണം? ഈ വാങ്ങിക്കാണ്ടായ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരാഗ്രഹം എല്ലാ ആൾക്കാർക്കും ഉണ്ടാവില്ലേ, ബുള്ളറ്റ് സ്വന്തമാക്കണം എന്നുള്ളത്. എല്ലാ ചെക്കന്മാരുടെ ഇടയിൽ ഒരു തരംഗമായിട്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ ഈ ബുള്ളറ്റ് വാങ്ങിച്ചത്. ആ ഒരു ഇതുകൊണ്ട് മാത്രം വാങ്ങിയതാ? യെസ്. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരും കുറെ പേര് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ, നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ ബുള്ളറ്റ് വാങ്ങണം എന്നുള്ളത്. എല്ലാവരും ഉള്ള പോലെ ഒരു പ്രചോദനം. അങ്ങനെ എടുത്ത വണ്ടിയാണ്. ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഫസ്റ്റ് എങ്ങോട്ടാ പോയത്? എങ്ങോട്ടും പോയില്ലേ. ഫസ്റ്റ് വാങ്ങിച്ച ഉടനെ തന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അത് ഞാൻ രാജി വെച്ചിട്ടാണ് ഞാൻ പിറ്റേ ദിവസം പുതിയ ജ്വല്ലറിക്ക് കയറിയത്. പിന്നെ അവിടുന്ന് ഒരു 4-5 മാസം ഞാൻ ലീവ് എടുക്കാതെ പണിയെടുത്തു ആ ജ്വല്ലറിയിൽ. പിന്നെ എങ്ങോട്ടും പോകാനും പറ്റില്ല. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇവിടെ ആവശ്യങ്ങൾക്ക് മാത്രം അങ്ങനെ പോകും. പിന്നെ മെയിനായിട്ട് ഈ വണ്ടി എടുത്ത് ഞാൻ ലോങ് പോയത് എന്നെ കാണാനാ. ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിലായിരുന്നു ഞാനിത്. അതാണ് എൻ്റെ ലോങ് ട്രിപ്പ്. അതൊരു നല്ല ട്രിപ്പ് ആയിരുന്നില്ലേ രാഹുലേട്ടാ? അതൊരു നല്ല ട്രിപ്പ് ആയിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ല പൊന്നെ. മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവില്ല. ഹിമാലയൻ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. യെസ്, ഞാനും ഇവനും കൂടി ഞങ്ങൾ കുറെ എപ്പോഴും പറയായിരുന്നു ഹിമാലയയിൽ പോവാം, നമുക്ക് ബൈക്കിൽ പോവാന്നൊക്കെ. എല്ലാം നടന്നു എന്തായാലും. എല്ലാം പിന്നെ ഒരു വിധി കേട്ടോ. നമുക്കിപ്പോ ഞങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും ഇത് ഞങ്ങൾക്കൊരു തിരിച്ചറിവാണ്. തിരിച്ചറിവിൽ നിന്ന് നമ്മള് പഠിക്കേണ്ട കുറെ പാഠങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ലൈഫ് മുന്നോട്ട് പോകും. ഈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷം മാത്രം തന്നെ വേണമെന്നില്ലല്ലോ. സങ്കടവും ദുഃഖവും ദേഷ്യവും പിണക്കവും പല കാര്യങ്ങളും എല്ലാതും വേണം. അപ്പോഴാണ് ലൈഫ് സമ്പൂർണ്ണമാകും. അതേപോലെ തന്നെ നമ്മളിപ്പോ കഷ്ടപ്പെടുമ്പോ ചിലപ്പോ ദൈവം കുറച്ചുനാൾ കഴിയുമ്പോ നല്ലതും എല്ലാം തരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. യെസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയും കാര്യങ്ങളും എല്ലാം പോയി സുന്ദരനാക്കി എടുത്ത്. രാഹുലേട്ടാ, ഈ വണ്ടിനെ കൊടുക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും നോക്കുന്നത്? എന്റെ കഴിവതും പരമാവധി നല്ല രീതിക്കാണ് ഞാൻ നോക്കി. കുട്ടികളെ നോക്കണ പോലും നോക്കിയിട്ടില്ല. എന്നെ കൊണ്ട് പരമാവധി രീതിയിൽ ഞാൻ നോക്കി. കൊണ്ടുപോകുന്ന ആൾക്കാർ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ 2 പേര് വരുന്നുണ്ട് ഇതിനെ കാണാനായിട്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഇതാണ് കേട്ടോ എൻ്റെ വണ്ടി. ഇത് ഞാനിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇവനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ ഉണ്ടാവും. അപ്പോൾ അതിലെ മെസ്സേജ് വഴിക്ക് എന്നോട് ചോദിച്ചാൽ മതി. നല്ലൊരു വില കിട്ടി നമ്മൾ കൊടുക്കും. എനിക്കും നിങ്ങൾക്കും നല്ലൊരു വില ആയി തോന്നുകയാണെങ്കിൽ ഞാനത് കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല വണ്ടിയാണ്. 2019 ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ എടുത്ത വണ്ടിയാണ്. 2020 കൂട്ടാം. 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ഇതായി എന്ന് വേണമെങ്കിൽ പറയാം. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. 25,000 കിലോമീറ്റർ ഓടിയില്ല. കാരണം എന്താ വെച്ചാൽ അധികം ഞാൻ ഓഫീസ് യൂസ് ആണ് ചെയ്തത്. ഇതായിട്ട് റൈഡിങ്ങും അങ്ങനെയുള്ള ഓരോ പരിപാടിയും ചക പോക ഒന്നും ചെയ്തില്ല. വെറും ഓഫീസ് യൂസ് ആണ്. പിന്നെ ഇതിലെ മെയിൻ ആയിട്ട് കംപ്ലൈൻസ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ കംപ്ലൈൻസ് ഒന്നും ഇല്ല. പിന്നെ ഒരു വട്ടം ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഒന്ന് തട്ടിയിട്ടുണ്ട്. അത് നിർത്തി കൊടുത്തുനിന്ന് ലോറി വന്നിട്ട് തട്ടിയതാണ്. ഞാൻ പിന്നെ ഓഫീസിൽ പോയ ടൈം പറഞ്ഞു. നമുക്ക് അറിയില്ലല്ലോ ആര് തട്ടി. അപ്പൊ അതിന്റെ ഇവിടെ ഈ ബ്രേക്കിന്റെ ഇവിടെ ആ ഒരു ഭാഗം പെഡലിലുണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് ഞെണിങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രാഷ് കാർഡും ഒന്നും ഇങ്ങനെ ഞെണിങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടായി. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എത്ര അടിപൊളി വണ്ടിയാണെന്നുള്ളത്. പിന്നെ ആകെ 25,000 കിലോമീറ്റർ അത് ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എത്ര പറയാനുള്ളൂ ഗൈസ്. അപ്പൊ വേറെ ഒന്നും ഇല്ല. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഒന്നുമില്ല. ഒരു സങ്കടം ഉണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അത്രേ ഉള്ളൂ. ടാറ്റാ.